ഗൈസ്, ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നും നമ്മുടെ അഞ്ചുതെങ്ങിലോട്ട് പോകുന്ന വഴിയിലാണ് ഞാൻ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്, വേറൊന്നുമല്ല. ഇതൊരു വ്ളോഗായിട്ടല്ല. ഇത് നമ്മുടെ ഗൊറില്ലയായിട്ട് രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ ഒരു 7:30 വഴി പോയപ്പോൾ കണ്ട ചില കാഴ്ചകൾ. അപ്പം നമ്മുടെ ഗൊറില്ലക്കുട്ട ഇവിടെ ഇരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ തീരദേശ റോഡിലൂടെ പോകുമ്പോഴുണ്ടാകുന്ന കുറേ കല്ലുകളൊക്കെ അടുക്കിയിട്ട് അവിടെ എന്തൊക്കെയോ പരിപാടിയിലാണ്, എന്തൊക്കെയോ വർക്കുകൾ ഈ കടലിൻ്റെ അവിടെ നടക്കുന്നുണ്ട്. അപ്പം കടലും കായലും നിൽക്കുന്ന പോണൊക്കെ ഒരിത്. അപ്പം അതിൻ്റെ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക്, അവിടെ ഒരു ബോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ബോട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലെ ഈ പണിക്ക് വന്ന ബോട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതിന് താഴെക്കൊണ്ട് മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു മീൻ പിടിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് മിക്കവാറും ഹാർബറും കാര്യങ്ങളും, അതുകൊണ്ട് തന്നെ വണ്ടികളിലൊക്കെ മീൻ വന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് മീനൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്, ആ ബീച്ചിൻ്റെ ഏരിയയും ഒക്കെ. അങ്ങനെ നമ്മുടെ ഗൊറില്ലക്കുട്ടനായിട്ട് നമ്മളിങ്ങനെ ഓടുന്നത്. ആ ചേട്ടന്മാരൊക്കെ കണ്ടോ, സ്കൂട്ടറിലൊക്കെ കൊണ്ടുപോകുന്നത് 2 തട്ടൊക്കെ ആയിട്ട്. അതിൻ്റെ അകത്ത് മീനാണ്. അപ്പം അവർ കച്ചവടത്തിനൊക്കെ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ തീരദേശ റോഡിൽ കൂടെ പോകുന്ന മാത്രം ഒരു വീഡിയോ ആണ്. വേറെ കൂടുതലായിട്ട് ആരും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ജസ്റ്റ് എൻ്റെ കയ്യിൽ വേറെ ഗോപ്രോയോ വേറെ ക്യാംസോ ഒന്നുമില്ല. ഞാൻ ചുമ്മാ അതുവഴി പോയപ്പോഴത്തേക്ക് മൊബൈലിലേക്ക് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസൊക്കെ ആൾക്കാർ കണ്ട് ലൈക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, നമുക്ക് മുന്നോട്ടുള്ള വീഡിയോ കുറച്ചും കൂടി ഇടാൻ, അല്ലെങ്കിൽ ഒരു ഗോപ്രോയൊക്കെ വെച്ചിട്ട് ഒരു വ്ളോഗൊക്കെ തുടങ്ങാനുള്ളൊരു ഇൻട്രസ്റ്റിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യിക്കണം, സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. അപ്പം താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഈ തീരദേശ റോഡ് വഴിയുള്ളൊരു കാഴ്ചകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. തീരദേശ യാത്ര എന്ന് വെച്ചാൽ ഈ ഒരു നമ്മളൊരു മോർണിംഗ് വൈബ് എന്ന് പറയില്ലേ, അതായത് നമ്മൾ രാവിലെ ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് ആ ഒരു സൺലൈറ്റും ആ ഒരു ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ ആ വഴിയിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു മനസ്സിനൊരു സംതൃപ്തിയില്ലേ. അപ്പോൾ ആ ഒരു വൈബിലാണ് നമ്മളിവിടെ പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള തീരദേശത്തൊക്കെ ഇപ്പം കുറേ ടിപ്പർ ലോഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ അടിച്ചിട്ടേക്കുവാണ്. ഈ സൈഡിലെല്ലാം നിങ്ങൾക്ക് ചില വീഡിയോസിലൊക്കെ കാണുമ്പോൾ അറിയാം, ഇവിടെ മൊത്തം എന്തോ പണി നടക്കണം, വലിയ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു റൈഡെന്ന് ഉപരി ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ജസ്റ്റ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. ആ വഴിക്ക് ഞാനൊരു മൊബൈൽ ക്യാമറയിൽ തന്നെ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. ഇത് ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതറിയാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ചുമ്മാ ഇത് പോയപ്പോഴത്തേക്കൊരു വീഡിയോ എടുത്തു എന്നുള്ളതാണ്. അപ്പം കൂടുതൽ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ അഞ്ചുതെങ്ങ് കോട്ട അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പം ഇത് ആ വഴിയല്ല ഞാൻ പോയത്, കുറച്ചും കൂടി ദൂരം പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ അഞ്ചുതെങ്ങ് കോട്ടയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വർക്കല പോകുന്ന വഴിയിലോട്ടൊക്കെയാണ്. അപ്പോൾ ഇതുവഴി വർക്കല കയറാനും എളുപ്പമാണ്. ഇവിടുന്ന് ഈ ഒരു പോകുന്നത് വെച്ചാൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഒരു തീരദേശ റോഡാണ്. തീരദേശ റോഡിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ മീൻ ഹാർബറാണ്. അപ്പം മീൻ കൊണ്ടിട്ട് അവിടെ വിൽക്കുന്നു, അവിടുന്ന് ഡെയിലി വാങ്ങുന്നവരുണ്ട്. അതുപോലെ തന്നെ കച്ചവടത്തിനായിട്ടാണ് ഇവിടെ കൂടുതലും. ഈ ഒരു പാലത്തിൽ നമ്മൾ കയറുമ്പോൾ അറിയാം, ഇവിടെ കൂടുതലും ആണ് മീൻ വണ്ടിയൊക്കെ റൈറ്റ് സൈഡിൽ. ഇവിടെ കൂടുതലും മീൻ കച്ചവടം, അതിൻ്റെ ഐസ് പ്ലാന്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഓരോരുത്തർ ചൂണ്ടയിടുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് താഴോട്ടൊക്കെ നിൽക്കുന്ന നല്ല വ്യൂസാണ്. ബോട്ടൊക്കെ പോകുന്നതൊക്കെ നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ചേട്ടന്മാരൊക്കെ കണ്ടോ, മീൻ വണ്ടിയൊക്കെ ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട്. അപ്പം മീൻ എടുക്കുന്ന ഇതിലും ഒക്കെ രാവിലെ നമുക്ക് വീട്ടിലൊക്കെ കൊണ്ട് തരുന്നത് ട്രിവാൻഡ്രത്തുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നൊക്കെ ഇറങ്ങുന്ന ചേട്ടന്മാരൊക്കെ ഇവിടെ നിന്നൊക്കെ എടുത്താണ് മിക്കവാറും ഈ ഹാർബറിൽ നിന്നൊക്കെ എടുത്താണ് അവർ കൊണ്ട് തരുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. പ്രത്യേകിച്ച് ഇന്ന് വീഡിയോസ് ഒന്നുമില്ല, ഇത്രയും മാത്രമേ ഉള്ളൂ. താങ്ക് യു ഗൈസ്.